പറയുന്നു താഹ മൂന്ന് കാര്യം മക്കളിൽ മുളപ്പിക്കണം, വളരേണ്ടതാണ് ചിട്ടയിൽ. നബിയോട് സ്നേഹം വേണ്ടതാണതിലൊന്ന്, അത് ആലിനോടും കാണലാ മറ്റൊന്ന്. മൂന്നാമതായി ഓതേണ്ടതാ ഖുർആനും, ഇത് മതി അവരൊക്കെയും ഉയരാനും. സാദാത്തിനോട് വെറുക്കലും നിർഭാഗ്യമാ, സ്വർഗത്തിനുള്ള മണം ശ്വസിക്കൽ അസാധ്യമാ. കശാഫിലുണ്ട് സമഖ്ശരി പറയുന്നതാ, കൂടാതെ തന്നിത് സഅലബി വിവരിച്ചതാ. വെറുക്കുന്നവർ നരകാഗ്നിയിൽ കടക്കുന്നതാ, അത് ഹാക്കിമെന്നവരാൽ റിവായത്തുള്ളതാ. അതുമാത്രമല്ല, അവർ വേണ്ടി വന്നാൽ സർപ്പമാ, മൂസാ നബി വടിയിട്ടതിനത് തുല്യമാ. അവരിൽ ചിലർ വലയുന്നതായി കാണുന്നത് ദോഷം പൊറുക്കാനാണ്, ഹാസ്യം അല്ലത്. ചിലപ്പോൾ ഇതെല്ലാം പദവി കൂട്ടാനാണ്, നമുക്കുത്തരം ഇതിലൊക്കെ മൗനവുമാണ്. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ തന്നെയും അതിനോട് മതി അവരോട് നീ വെറുക്കാതെയും. ഹദ്ദുള്ള തെറ്റവർ ചെയ്തു കണ്ടാൽ എങ്ങന, അതിനുള്ള ശിക്ഷ കൊടുക്കണം, വിധി അങ്ങന. പൊറുക്കപ്പെടും അത് നിശ്ചയം എന്നുണ്ട്, ആക്ഷേപമേ പാടില്ല നമുക്കത് കൊണ്ട്. അവർക്കുള്ള ജദ് വിധിച്ചതാണത് കൊണ്ട്, പദവിക്ക് യാതൊരു കോട്ടമില്ലത് കൊണ്ട്. അവരോട് സ്നേഹം ഉള്ളവർക്ക് പൊറുത്തിടും, അപ്പോൾ അവർക്കത് നിശ്ചയം നൽകപ്പെടും. അസ്ലിൻ്റെ ഗുണം ലഭിക്കുന്നതാ ഫർഇന്. അൽ കഹ്ഫ് നോക്ക് നീ റബ്ബദാ പറയുന്നേ. അവർ സ്വാലിഹാണെന്നില്ല, കാന അബൂഹുമ എന്നിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഇവരിടയിൽ 7 അല്ലെങ്കിൽ 9 പാപ്പകൾ ഉണ്ടായിരുന്നെന്നുണ്ടതിൽ റിപ്പോർട്ടുകൾ. ഒരു സ്വാലിഹിൻ്റെ ഔലാദ് ശ്രേഷ്ഠതയാണിത് നബി മക്കളിൽ, പിന്നെന്തിനാ പറയുന്നത്? അവർക്കുള്ള നസബിൽ നല്ല ധാരണ വേണ്ടതാ, തഫ്തീഷിനായി തുനിയാതിരിക്കൽ നല്ലതാ. ഹറമിൽ വസിക്കും പ്രാവിനെന്നും സ്ഥാനമാ, അതുകാറ് സൗറിൽ പ്രാവുകൾ സന്താനമാ എന്നുള്ളത് ഓർത്തിട്ടാണ് സ്നേഹം അതുകളെ. അതുപോലെ തന്നെ ആഹാരു സാദാത്യങ്ങളെ ഇബ്നു ഹജറും വ്യക്തമായി പറയുന്നതാ. ഇതുപോലെ തന്നെ മസാരിഖിൽ വിവരിച്ചതാ. ഇവർക്കുള്ള ശ്രേഷ്ഠത കൊണ്ട് റബ്ബേ ഞങ്ങളിൽ ഹിദായത്തും ആഫിയത്തും താ നിത്യമിൽ, കൂടാതെ കണ്ണിന് കാഴ്ചയും താ റബ്ബന. അതിനാൽ കിതാബുകൾ നോക്കുവാനും ദൈതന. ഗുണവും ചൊരിക്കവർക്കുള്ള ജദ്ദിൽ നിത്യവും, അത് അവരിലും അതുപോലെ നിന്റെ കടാക്ഷവും.